PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC പരീക്ഷയ്ക്കായിട്ടുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണല്ലേ എല്ലാവരും. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഏതാണതെന്നല്ലേ? ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്ന സിലബസിലുള്ള പോർഷനാണ്. അതിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 6 മാർക്ക് വരുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ചോദ്യവിഭാഗം ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യ പേപ്പറിലും കാണാവുന്നതാണ്. 1-2 മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യവിഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ? നമുക്കറിയാവുന്നതാണ്, നമ്മൾ ചോദ്യപേപ്പറിൽ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് വിവിധ തരം പദ്ധതികൾ. അപ്പോൾ ഇവയൊന്നും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും പാടില്ല, ഈ മാർക്കൊന്നും നമുക്ക് നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളത് ഒന്ന് ക്രോഡീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കുട്ടികൾക്കായുള്ള പദ്ധതികൾ ആദ്യം പഠിക്കാം. ഒരു ഭാഗം തീർത്ത് വെച്ചാൽ അത്രയായല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കാം. കുറച്ച് പദ്ധതികൾ പഠിച്ച ശേഷം നമുക്ക് അവയൊന്ന് റിവിഷൻ ചെയ്ത് അടുത്ത ഭാഗം പഠിക്കാം. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നാമതായി നമുക്ക് താലോലം പദ്ധതിയാണ് ഉള്ളത്. താലോലം പദ്ധതിയും ആരോഗ്യ കിരണം പദ്ധതിയും ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണ് അവയെ ഒന്നിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായി നമുക്ക് താലോലം പദ്ധതി നോക്കാം. 18 വയസ്സിൽ താഴെയുള്ള മാരകമായ രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 18 വയസ്സിൽ താഴെയുള്ള അർബുദം, കരൾ രോഗം, ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം പദ്ധതി. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ഇതുപോലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച അർബുദം, കരൾ രോഗം, ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ ഒറ്റ കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി സൗജന്യ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. 2 പദ്ധതികളും ഒരുപോലെ തന്നെയാണുള്ളത്, അതുകൊണ്ട് അവയെ വേർതിരിച്ച് പഠിക്കണം. താലോലം പദ്ധതിയിൽ ചികിത്സാ സഹായമാണ് ലഭ്യമാക്കുന്നത്, എന്നാൽ ആരോഗ്യ കിരണം പദ്ധതി സൗജന്യ ചികിത്സയാണ് നൽകുന്നത്. അപ്പോൾ എന്താണ് താലോലം പദ്ധതി? കേരള സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. ആരോഗ്യ കിരണം പദ്ധതി 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സൗജന്യ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി. ഇനി പേരുകൊണ്ട് ആരോഗ്യ കിരണത്തോട് സാമ്യതയുള്ള മറ്റൊരു പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. എന്താണ് ആശ്വാസ കിരണം പദ്ധതി? മുഴുവൻ സമയം പരിചരണം ആവശ്യമായിട്ടുള്ളവരെ പരിചരിക്കുന്നവർക്കുള്ള മാസ ധനസഹായം. അതായത് കിടപ്പ് രോഗിയെ പരിചരിക്കുന്നവർക്കുള്ള പെൻഷൻ ലഭ്യമാക്കുന്ന പദ്ധതി. കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കിടപ്പ് രോഗിയെ പരിചരിക്കുന്നവർക്കുള്ള പെൻഷൻ ലഭ്യമാക്കുന്ന പദ്ധതി. അതുപോലെ ഏകദേശം ഒരേ പേരുകളുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പദ്ധതികളുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സ്നേഹ എന്ന പേരിലുള്ള പദ്ധതിയാണ്. ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ. ഈ ഒരു സ്നേഹ പദ്ധതി നിലവിൽ വന്നതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി വിവിധ നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഹെൽപ്പ് ലൈൻ നമ്പർ മാത്രമേ ഉള്ളൂ. അതിൽ വിളിച്ചാൽ തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ളൊരു പദ്ധതിയായിരുന്നു സ്നേഹ പദ്ധതി. ഇത് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയിലാണ് സ്നേഹ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ പദ്ധതി. ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. ഇനി സ്നേഹക്കൂട്. എന്താണ് സ്നേഹക്കൂട്? മാനസിക വൈകല്യങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നവർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. എന്താണ്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഒരു കൂട്ടിലേക്ക് സ്നേഹത്തോടെ പുനരധിവസിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഇനി ഇവിടെ നോക്കിക്കേ, 3 പദ്ധതികളുണ്ട്. 3ഉം ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ട്, എന്നാൽ 3ഉം വ്യത്യസ്തമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്നിച്ച് ചേർത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും തെറ്റാൻ പാടില്ല. ഒന്നാമതായിട്ട് സ്നേഹസാന്ത്വനം.
സ്നേഹസാന്ത്വനം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു പദ്ധതിയാണ് അല്ലേ. സ്നേഹസാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻഡോസൾഫാൻ ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇനി സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. നേരത്തെയും നമ്മളൊരു പുനരധിവാസ പദ്ധതി പഠിച്ചിരുന്നു, അപ്പോൾ മാറിപ്പോകാൻ പാടില്ല. അത് മാനസിക രോഗവിമുക്തരായിട്ടുള്ളവരുടെ പുനരധിവാസമായിരുന്നു. എന്തായിരുന്നു പദ്ധതിയുടെ പേര്? സ്നേഹക്കൂട്. ഇതോ ഇവിടെ നമ്മൾ പറയുന്നത് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. മാറിപ്പോവരുതേ. അപ്പോൾ എന്താണ് സ്നേഹപൂർവം പദ്ധതി എന്ന് നോക്കാം. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് ആരോഗ്യപരമായോ അല്ലെങ്കിൽ സാമ്പത്തികപരമായോ ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ അവർക്ക് വേണ്ടിയുള്ള പഠന സഹായം നൽകുക, അല്ലെങ്കിൽ HIV ബാധിതരുടെ മക്കൾക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകം കരുതൽ തയ്യാറാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ സ്നേഹപൂർവ്വം പദ്ധതിക്കുള്ളത്. എന്താണ്? മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് ഈ കുട്ടികളെ വളർത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, പാരൻസിന് കുട്ടികളെ വളർത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഉള്ള പദ്ധതി, അങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അപ്പോൾ നമ്മളിതാ 3 വ്യത്യസ്തമായ പദ്ധതികൾ പഠിച്ചു. 3 വ്യത്യസ്തമായ പദ്ധതികളാണെങ്കിലും അവ പേരുകൊണ്ട് സാമ്യതയുള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ എന്താണ് സ്നേഹസാന്ത്വനം? സ്നേഹസാന്ത്വനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻഡോസൾഫാൻ ഓർമ്മ വരണം കേട്ടോ. അപ്പോൾ സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായിട്ടുള്ള പദ്ധതിയാണ്. പുനരധിവാസം എന്ന് പറയുമ്പോൾ സ്നേഹക്കൂടുമായിട്ട് മാറിപ്പോകാൻ പാടില്ല, ഓർത്തിരിക്കുക. അതുപോലെ സ്നേഹപൂർവ്വം. എന്താണ് സ്നേഹപൂർവ്വം? മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയോ മറ്റേയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടിക്ക് വേണ്ടിയുള്ള പഠന സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അപ്പോൾ ഇത്രയും പദ്ധതികൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി ഇവയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കണ്ടാൽ മതി. ഇത്ര നേരം നമ്മൾ പഠിച്ച പദ്ധതികളുടെ ലിസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു പേര് മാത്രം നോക്കിക്കൊണ്ട് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നമ്മൾ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ മാത്രം പഠിക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് താലോലം പദ്ധതി? 18 വയസ്സിൽ താഴെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. എന്താണ് ആരോഗ്യ കിരണം പദ്ധതി? 18 വയസ്സിൽ താഴെയുള്ള മാരകമായ രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. സ്നേഹ പദ്ധതി ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആരോഗ്യ സേവനങ്ങളെല്ലാം തന്നെ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ പദ്ധതി. ആദ്യമായി ആരംഭിച്ച ജില്ല ഏതായിരുന്നു? മലപ്പുറം ജില്ല. അടുത്തത് സ്നേഹസാന്ത്വനം. സ്നേഹസാന്ത്വനം എന്ന് പറയുമ്പോൾ തന്നെ എൻഡോസൾഫാൻ ഓർമ്മ വരണം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അടുത്തത് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. പുനരധിവാസ പദ്ധതി മറ്റൊന്നുകൂടി ഉണ്ടല്ലോ നമുക്ക്. എന്തായിരുന്നു? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതി സ്നേഹക്കൂട്. സ്നേഹക്കൂടും സ്നേഹസ്പർശവും മാറിപ്പോരുത്. അടുത്തത് സ്നേഹപൂർവ്വം പദ്ധതി. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും മറ്റേയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും വരുന്ന സാഹചര്യത്തിൽ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠന സഹായം നൽകുക എന്നുള്ളതാണ് സ്നേഹപൂർവ്വം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ HIV ബാധിതരുടെ മക്കൾക്ക് വേണ്ടിയുള്ള കരുതലും ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ.
അടുത്തത് സനാഥ ബാല്യം. അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർവവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. ഈ സനാഥർ എന്ന വാക്കിൻ്റെ വിപരീത പദമാണല്ലോ അനാഥർ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യപേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ഒന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടെങ്കിലും ഇതൊരു സഹായകമാവും കേട്ടോ. ഇനി ബാലമുകുളം പദ്ധതിയാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് കേൾവിയുമായി ബന്ധപ്പെട്ട 3 പദ്ധതികളാണ്. ശ്രുതി തരംഗം, ധ്വനി, കാതോരം. ഇത് കേട്ടാൽ തന്നെ, ഈ പദ്ധതിയുടെ പേര് കേട്ടാൽ തന്നെ അറിയാം അത് കേൾവിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ശ്രുതി തരംഗം. 5 വയസ്സിൽ താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ശക്തി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇത്തരത്തിലുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി. രണ്ട് പദ്ധതിയുടെ പേരും ഒരുപോലെയുണ്ട്. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 2 പദ്ധതിയിലും ഉള്ളത്. കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുകയാണ് ശ്രുതി തരംഗം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സയാണ് ധ്വനി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾവിയുമായി ബന്ധപ്പെട്ട 3ാമത്തെ പദ്ധതിയാണ് കാതോരം. കുട്ടികളിലെ ശ്രവണ വൈകല്യം കണ്ടെത്തി പരിഹരിക്കുന്നതിനായിട്ട് ആരോഗ്യ വകുപ്പും സാമൂഹ്യ വകുപ്പും സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് കാതോരം. മറ്റ് 2 വകുപ്പുകളും കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ഈ ഒരു പദ്ധതി ആരോഗ്യ വകുപ്പും സാമൂഹ്യ വകുപ്പും കൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഇനി ഹൃദ്യം പദ്ധതിയാണ്. ഹൃദ്യം എന്ന് പറയുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിന്തിക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ജന്മന ഹൃദയ സംബന്ധമായ തകരാറുകളുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. കുട്ടികൾക്ക് വേണ്ടിയുള്ള മറ്റു പ്രധാനപ്പെട്ട പദ്ധതികൾ കൂടി നോക്കാനുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. അടുത്തത് ശലഭം പദ്ധതിയാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന നടപ്പിലാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ശലഭം. കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തായിരുന്നു? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ശലഭം പദ്ധതി ലക്ഷ്യമാക്കുന്നത്. അടുത്തതായിട്ട് ഉണർവ് പദ്ധതിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഉണർവ് പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിലുള്ള ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉണർവ് പദ്ധതി. ഇനി വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. അത് നമുക്ക് പേര് തന്നെ ഓർത്തിരിക്കാം അല്ലേ? ഹെൽത്തി കിഡ്സ്, സമഗ്ര ആരോഗ്യ കായിക പരിപോഷണ പദ്ധതി. കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് നേർവഴി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമായിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. തെറ്റ് തിരുത്തി നേർവഴിയിലേക്ക് എക്സൈസ് വകുപ്പ് നടത്തുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ നേർവഴി എന്ന പദ്ധതി കേരള എക്സൈസ് ലഹരി വിരുദ്ധ പോരാട്ടത്തിലേക്ക് അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും അതുപോലെ കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത 3 പദ്ധതികൾ നോക്കിക്കേ. വിദ്യാജ്യോതി, വിദ്യാധീരം, വിദ്യശ്രീ, 3 ഒരുപോലെ ഉണ്ടല്ലേ? അപ്പോൾ എന്താണ് വിദ്യാജ്യോതി എന്ന് നോക്കാം. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായമാണ്, അതുകൊണ്ട് വിദ്യാജ്യോതിയായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വിദ്യാധീരം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്കാവശ്യമായിട്ടുള്ള സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധീരം. അപ്പോൾ വിദ്യശ്രീ എന്താണ്? ഓൺലൈൻ പഠനത്തിന്
കുടുംബശ്രീയും കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യശ്രീ. അപ്പോൾ വിദ്യാജ്യോതി, വിദ്യാധീരം, വിദ്യശ്രീ കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കുറച്ച് പദ്ധതികൾ കൂടിയേ ബാക്കിയുള്ളൂ കുട്ടികൾക്കായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് റിവിഷൻ നടത്താം. അപ്പോൾ അടുത്ത പദ്ധതിയാണ് കൂട്ട്. കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ കേട്ടിട്ടില്ലേ? ബച്പൻ ബച്ചാവോ ആന്തോളനും കൂടി സംയുക്തമായി നടത്തിയ പദ്ധതിയാണ് കൂട്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുട്ടികളിലുണ്ടാവുന്ന ഓൺലൈൻ അഡിക്ഷൻ മാറ്റുന്നതിനായി അവർക്കാവശ്യമായിട്ടുള്ള അവബോധവും കൗൺസിലിങ്ങും നിയമസഹായവും ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. ഒറ്റയ്ക്കായി പോയിന്ന് തോന്നണ്ട, ഓൺലൈൻ അഡിക്ഷൻ മാറ്റുന്നതിനായിട്ടുള്ള ഒരു സഹായം എന്ന നിലയിൽ ഒരു കൂട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നു എന്ന് കരുതുക. കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളനുമാണ് സംയുക്തമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് കേട്ടോ. അടുത്തത് സ്പ്ലാഷ് പദ്ധതിയാണ്. സ്പ്ലാഷിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഈ വെള്ളം ഒരു തെറിക്കുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, അതിന് നമ്മൾ സ്പ്ലാഷ് എന്ന് പറയും. ഇനി മറ്റർത്ഥങ്ങളുണ്ടോയെന്ന് അറിയില്ല, സ്പ്ലാഷിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അത് നീന്തലുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കാമല്ലോ. കൈകാലിട്ട് അടിക്കുമ്പോൾ വെള്ളം തെറിക്കുന്നു, നീന്തൽ പരിശീലനം. അപ്പോൾ എന്താണ് സ്പ്ലാഷ്? സംസ്ഥാനത്ത് 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധമില്ലെങ്കിലും സ്പ്ലാഷ് റെയിൻ ഫെസ്റ്റിവൽ എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പം ഞാനിത് എവിടെയോ ഒരു ചോദ്യപേപ്പറിൽ കണ്ടിരുന്നു, മാതൃകാ ചോദ്യപേപ്പറാണോ എന്നറിയില്ല. സ്പ്ലാഷ് റെയിൻ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്നായിരുന്നു ചോദ്യം. ഉത്തരം വയനാട് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തപ്പോൾ അത് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ബാലകേരളം പദ്ധതിയാണ്. ബാലകേരളം പദ്ധതി 4 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ താല്പര്യം വളർത്താൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം പദ്ധതി. ഇപ്പോൾ കലാ, സാംസ്കാരിക, ശാസ്ത്ര, സാമൂഹ്യ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ താല്പര്യം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി. ഇനി കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് മിഴി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാഴ്ചയുമായി ബന്ധമുള്ളതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മിഴി എന്ന് പറയുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി. മിഴി പദ്ധതിയിലൂടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്നു. അടുത്തത് മിഠായി പദ്ധതിയാണ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ കുട്ടികളെയും മധുരത്തെയും ഓർത്തെടുക്കാമല്ലോ. അതുതന്നെയാണ് ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലെ പ്രമേഹ രോഗത്തെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിഠായി. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ മിഠായി എന്ന് പറയുന്നത്. അപ്പം മിഠായി എന്ന് പറയുമ്പോൾ കുട്ടികളെയും പ്രമേഹ രോഗത്തെയും ഓർത്തിരുന്നാൽ ഈ ഒരു പദ്ധതി എന്താണെന്ന് വ്യക്തമാവും. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് പദ്ധതികളും നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചധികം ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്കെല്ലാം ഓർത്തിരിക്കാൻ പറ്റും. ഇതാ ചെക്ക് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സനാഥ ബാല്യം. എന്താണ് സനാഥ ബാല്യം? സനാഥർ എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ അനാഥരായ കുട്ടികളെ ഓർക്കുക. അനാഥരായ കുട്ടികൾക്കുള്ള ആരോഗ്യപൂർവ്വവും സന്തോഷപൂർവ്വവുമായിട്ടുള്ള ജീവിതം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സനാഥ ബാല്യം. എന്താണ് ബാലമുകുളം? ബാലമുകുളം എന്ന് പറയുമ്പോൾ ആയുർവേദം ഓർക്കുക. ആയുർവേദ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യ പരിരക്ഷ പദ്ധതിയാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ പരിരക്ഷ പദ്ധതിയാണ് ബാലമുകുളം. ഇനിയുള്ള 3 നമ്മൾ പറഞ്ഞു അല്ലേ, കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. ശ്രുതി തരംഗം, ധ്വനി, കാതോരം. 3 വാക്കുകളും കേൾവിയുമായി ബന്ധമുള്ളതാണ്. ശ്രുതി തരംഗം എന്തായിരുന്നു? കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ശക്തി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. എന്താണ് ധ്വനി? കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്കുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി. കാതോരമോ? കാതോരം കുട്ടികളിലെ ശ്രവണവൈകല്യം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കാതോരം പദ്ധതി. ഇനിയുള്ളത് ഹൃദ്യം പദ്ധതിയാണ്. ഹൃദ്യം പദ്ധതി ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകളുള്ള കുട്ടികൾക്ക് അടിയന്തര ചികിത്സയും അതുപോലെ പരിചരണവും ലഭ്യമാക്കുന്ന പദ്ധതി. ഹൃദ്യം എന്ന് പറയുമ്പോൾ ഹൃദയ സംബന്ധമായതെന്ന് ഓർക്കാട്ടോ. ഇനി ശലഭം. ശലഭം പദ്ധതി എന്തായിരുന്നു? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ശലഭം പദ്ധതി. ഇനിയുള്ളത് ഉണർവാണ്. ഉണർവ് പദ്ധതി എന്തായിരുന്നു? എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ?
സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ ഭാഗമായിട്ട് നടത്തിയ പദ്ധതിയാണ് ഉണർവ് പദ്ധതി. ഹെൽത്തി കിഡ്സോ സമഗ്ര ആരോഗ്യ കായിക പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. എക്സൈസ് വകുപ്പിൻ്റെ ഉണർവ് പദ്ധതി ഓർമ്മയുണ്ടല്ലോ, അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കുക നേർവഴി പദ്ധതി. എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി പദ്ധതി. ലഹരി വിരുദ്ധ പോരാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് നേർവഴി പദ്ധതി. ഇനിയുള്ള 3 വിദ്യാജ്യോതി, വിദ്യാധീരം, വിദ്യശ്രീ. എന്തൊക്കെയായിരുന്നു? ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി. വിദ്യാധീരം എന്തായിരുന്നു? മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധീരം. വിദ്യശ്രീയോ? ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയും അതുപോലെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യശ്രീ. വിദ്യശ്രീ എന്നാൽ ഓൺലൈൻ പഠനം എന്നാലോചിക്കുക. വിദ്യശ്രീ ഓൺലൈൻ പഠനം. ഇത്തരത്തിൽ ചെക്ക് ലിസ്റ്റ് പോലെ തന്നത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ടാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്തിട്ട് ഈ പദ്ധതികൾ നോക്കി ഈ പദ്ധതികൾ എന്താണെന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് വേർതിരിച്ച് കൊടുത്തത് ആ ഒരു സെറ്റായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരുപോലെയുള്ളവയെല്ലാം തന്നെ ഒരേപോലെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് കൂട്ടാണ്. കൂട്ട് ഓർമ്മയുണ്ടോ? ഒറ്റയ്ക്കായി പോകണ്ടെന്ന് കരുതി കൂട്ടിന് ആളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഓൺലൈൻ അഡിക്ഷൻ മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് കൂട്ട്. അടുത്തത് സ്പ്ലാഷ് പദ്ധതി. സ്പ്ലാഷ് എന്തായിരുന്നു? നീന്തൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. നീന്തൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ആർക്ക്? സംസ്ഥാനത്തുള്ള 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് പദ്ധതി. ലാസ്റ്റ് ഉള്ളതാണ് ബാലകേരളം പദ്ധതി. ബാലകേരളം പദ്ധതി എന്തായിരുന്നു? പാഠ്യേതര മേഖലകളിൽ കുട്ടികൾക്കുള്ള താല്പര്യം വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് ബാലകേരളം പദ്ധതി. മിഴി അതുപോലെ മിഠായി 2 പദ്ധതികളും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർത്ത് നോക്കിയേ. മിഴി പദ്ധതി എന്തായിരുന്നു? സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി പദ്ധതി. മിഠായിയോ? 2 കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. മിഠായി കേൾക്കുമ്പോൾ കുട്ടികളെയും അതുപോലെ പ്രമേഹ രോഗം, സ്വീറ്റ്നെസ്സും അതുപോലെ കുട്ടികളെയും നമ്മൾ ഓർത്തിരിക്കുമല്ലോ. മിഠായി പദ്ധതി എന്ന് പറയുന്നത് കുട്ടികളിലെ പ്രമേഹ രോഗത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനുള്ള പദ്ധതിയാണ് മിഠായി. അങ്ങനെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ റിവിഷനും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലാണ് പോയത്. രണ്ടാമത്തെ ഭാഗം കുറച്ച് വലിയ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനുശേഷം റിവിഷൻ അത്യാവശ്യം നന്നായി തന്നെ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും എന്നോടൊപ്പം വരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്ന വയോജനങ്ങളെക്കുറിച്ചും അതുപോലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. അപ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ പാർട്ടിലിടാം. ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഭാഗം കൃത്യമായി ഓർത്തിരിക്കുക, കൃത്യമായി പഠിക്കുക. ഈ സ്ലൈഡുകൾ വെച്ച് തന്നെ ഓർമ്മ പുതുക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്.